ഞങ്ങളേ എന്ത് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഇറക്കുമതി ഇറക്കിയിട്ടുണ്ട്. ആരാ? മിച്ചൽ ഓവൻ. ഏയ് അതിന്റെ അടി നിങ്ങള് മൊത്തത്തിൽ മിനി ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നോക്കണ്ട. ഞങ്ങൾ എന്താന്ന് വെച്ചാൽ അമ്മാതിരി അടിയാണ് മോനെ. നിങ്ങൾക്ക് അറിയായിട്ടാണ് മറ്റേ BBL എജ്ജാതി അടിയായിരുന്നു. അതിന്റെ അത് നിങ്ങളെ ടീമില് കഴിഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു ചങ്ങായില്ലേ? അതല്ല, അത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നാണ്. ഇത് കങ്കാരുക്കളുടെ വീഡിയോമായി വരുന്നതാണ്. ഓസ്ട്രേലിയയിലും അത് ഇന്ത്യയിൽ നടക്കൂലേ? അങ്ങനെ പറയാം. അടി എന്താന്നുള്ളത് എന്നിട്ട് ഇവിടെ ഇപ്പൊ എത്ര കങ്കാരുക്കൾ ഇവിടെ അടിച്ചു പരത്തി പോലുണ്ട്. അതിന്റെ തുടർച്ച എന്ന് കാണും. പിന്നെ ഇപ്പൊ നിങ്ങളെ കാര്യങ്ങൾ എത്ര കളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ രണ്ടുപോയി പോയി. നിങ്ങൾ അങ്ങനെ ഈസി ആയിട്ട് പ്ലേ ഓഫ് കയറൂല. അത്രേ ഉള്ളൂ. ഞങ്ങളെ ക്യാപ്റ്റനാണ് വരുന്നത്. ക്യാപ്റ്റൻ കളിയുന്ന മുമ്പ് ക്യാപ്റ്റൻ ഫുൾ പവറിലെ ഫുൾ ഫിറ്റ്നസ്സിൽ വരികയാണ് സഞ്ജു. ഞാൻ പരാഗല്ലേ ഇന്നപ്പോ ക്യാപ്റ്റൻ ആണ് സഞ്ജു. ഇപ്പൊ എന്തിനാണ് ഇപ്പൊ വരുന്നത്? പുറത്തതിന്റെ ശേഷം നീ വരുന്നത് എന്തിനാ? അല്ല, ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം തന്നെ അടുത്ത സീസണിലേക്കുള്ള ഒരു ആത്മവിശ്വാസവും ഇല്ല. പൂരം പരിപാടിയാണ്. അങ്ങനെ ഈസി ആയിട്ട് എന്താവില്ല. സഞ്ജു വന്ന അവിടത്തെ PBK സഞ്ജു നിങ്ങളൊന്നും കാട്ടാൻ പോണില്ല. സഞ്ജു ഉണ്ടായിട്ടുള്ള കളികളൊക്കെയാണ് ജയിച്ചെന്നുള്ള വർത്താനൊന്നും വേണ്ടല്ലോ. അതൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ നിലവിലുള്ള റിസോഴ്സ് വെച്ച് ഒരു റിസോഴ്സും ഇല്ല നിങ്ങൾക്ക്. ആർച്ചറൊക്കെ പോയി. ഒരു കാര്യമില്ല. ബർഗറില്ലേ? ബർഗറൊക്കെ ഞങ്ങളെ ആൾക്കാർക്ക് നല്ല ഇഷ്ടാ. അതൊക്കെ നിങ്ങൾക്ക് കാണാം. ബർഗർ എന്താ ഞങ്ങൾ ചെയ്യാൻ പോകണമെന്നുള്ളത്. സന്ദീപ് ശർമ്മ ഇല്ല, ആർച്ചർ ഇല്ല. നിങ്ങൾ എറിയണ്ട, കളിച്ചാൽ ഇറങ്ങാവുന്നുണ്ട്. തുഷാർ ദേശ്പാണ്ഡെ അല്ലേ ഞങ്ങളെ ഫൗളർമാരുന്നുണ്ട്. അതൊക്കെ ഞങ്ങളെ ക്യാപ്റ്റൻ വന്നോ, പിന്നെ അതൊക്കെ മതി. ഞങ്ങളതൊക്കെ ഉഷാറായിട്ട് ഉപയോഗിച്ച് നിങ്ങളെ മൊത്തത്തിലുള്ളൊരു ഈ സീസണിലൊരു മെന്റാലിറ്റി അതാണ്. ഇതൊക്കെ മതി.